ഇന്ത്യ ഇമ്മീഡിയറ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഹമാസിനെ നിരോധിക്കണം. ഹമാസിനെ നിരോധിക്കണം എന്ന് പറയാനുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുവാണെങ്കിൽ ഈ ഹമാസ് നേതൃത്വം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് POKയിൽ, അതായത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ വന്ന് മീറ്റിങ്ങുകൾ നടത്തുകയും പാകിസ്ഥാൻ അധികൃതരുമായിട്ട് പാകിസ്ഥാൻ ചാര സംഘടനയായിട്ടുള്ള ISIയുമായിട്ട് പല തവണ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ടെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇന്ത്യക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ലഷ്കർ എ തൊയ്ബ ഭീകരരുമായിട്ടും ഹമാസ് അധികൃതർ ഫ്രീക്വൻ്റായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഹമാസിനെ ഇന്ത്യ ബാൻ ചെയ്യേണ്ടതാണ്. ഇന്ത്യ എന്തുകൊണ്ട് ബാൻ ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഹമാസിനെ ഇന്ത്യ നിരോധിച്ചാൽ കുറേയധികം ബെനിഫിറ്റ്സ് ഉണ്ട്. ഇന്ത്യക്ക് കുറേയധികം ബെനിഫിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ്, ഹമാസിനുള്ള ഫണ്ടിങ് നിൽക്കും. ഹമാസിനുള്ള ഫണ്ടിങ് പല രാജ്യങ്ങളിൽ നിന്നുണ്ട്. ഈവൻ ഇന്ത്യയിൽ നിന്ന് വരെ ഫണ്ടിങ് ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഈ ഫണ്ടിങ് നിൽക്കും. അടുത്തത്, ഹമാസ് അനുകൂലമായിട്ടുള്ള പോസ്റ്റുകളൊന്നും പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാണില്ല. അതുപോലെ തന്നെ ഹമാസിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ പിന്നീട് കാണില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സർക്കാർ ഇമ്മീഡിയറ്റായിട്ട് ഹമാസിനെ നിരോധിക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ ഓൾറെഡി എല്ലാ രാജ്യങ്ങളും, യൂറോപ്യൻ യൂണിയൻ, അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും ഹമാസിനെ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഇന്ത്യ ഹമാസിനെ നിരോധിക്കുമെന്ന്